ഹായ്, എല്ലാവർക്കും പ്രീത സമൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല പഞ്ഞി പോലത്തെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പച്ചരി ഒന്നും വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാണ്ട് അരിപ്പൊടി കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈസിയായി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഫുള്ളായി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കാം. ഞാൻ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 1.5 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ച് നമുക്കിത് കലക്കിയെടുക്കാം. ഇത് കട്ടയൊന്നും കൂടാണ്ട് നന്നായിട്ട് തന്നെ കലക്കിയെടുക്കണം. ഇതേപോലെ കലക്കിയെടുക്കണം. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. തേങ്ങ എടുക്കുമ്പോൾ അടിഭാഗത്തുനിന്ന് തേങ്ങ എടുക്കരുത്, മുകളിൽ വൈറ്റ് കളറായിട്ട് തന്നെ എടുക്കണം. 1/4 കപ്പ് ചോറും 1/2 കപ്പ് പഞ്ചസാരയുമാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ഇടുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. മധുരം കുറവ് മതിയെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/4 ടീസ്പൂൺ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഈസ്റ്റ് ആയിരിക്കും എടുക്കുന്നത്. ഇനി 2 ഏലക്ക. ഇനി അരച്ചെടുക്കാനായിട്ട് ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ചോറും എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഈസ്റ്റും നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടി ഇട്ട് നന്നായി അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കലക്കി വെച്ചേക്കുന്നത് കൊണ്ട് നന്നായി അരച്ചെടുക്കാൻ പറ്റും. പിന്നെ 2 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ടും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതേപോലെ നന്നായി വെള്ളമൊന്നും കൂടാണ്ട് പാകത്തിന് നോക്കി അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു 4 മണിക്കൂർ വരെ ഇത് വെച്ചതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മധുരപലഹാരം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇത്തിരി ഉപ്പ് ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്കിത് മൂടി വെച്ച് 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കയ്യിലും കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് 4 മണിക്കൂർ ആയപ്പോഴേക്കും നന്നായി മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അപ്പം ഉണ്ടാക്കുന്നത് അതിൽ നെയ്യോ വെളിച്ചെണ്ണയോ തൂക്കി കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അരഭാഗം വരെയും ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഈ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലൊരു ചെറി ചേർക്കുന്നുണ്ട്. അപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് 5 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ചെറി വെക്കേണ്ടത്. ആദ്യം വെച്ച് കഴിഞ്ഞാൽ അത് താഴോട്ട് തന്നെ ഇറങ്ങിപ്പോകും. അപ്പം നമുക്ക് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ചെറി ഇല്ലെങ്കിൽ ഏത്തപ്പഴമോ അരിഞ്ഞതും പിന്നെ കശുവണ്ടിയോ മുന്തിരിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് തുറന്നു നോക്കാം. ഇതിപ്പോൾ അപ്പമൊക്കെ നന്നായി വെന്ത് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അപ്പം അതിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ഇപ്പം നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് നീക്കി കൊടുത്താൽ അപ്പം വിടാണ്ട് കിട്ടിക്കോളും. നെയ്യൊക്കെ പുരട്ടിയത് കൊണ്ട് ഇതേപോലെ നമുക്ക് കിട്ടും. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് കണ്ടോ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ അപ്പം ഇതേപോലെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ പഞ്ഞി പോലത്തെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തും കൂടി നോക്കാം. അപ്പം നല്ലതുപോലെ ചൂട് മാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്നോട് കമൻസൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.